നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നാളെ മുതൽ ഒരു യാത്ര പോവുകയാണ്. പോണ്ടിച്ചേരിക്കാണ്. ഇനി കുറച്ച് വീഡിയോസ് പോണ്ടിച്ചേരി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കേണ്ടത്, കാരണം നിങ്ങളെപ്പോഴും കാണുക നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെയാവും. പക്ഷേ ഇതുപോലെയുള്ള ലോങ് യാത്രകളുടെയൊക്കെ ഒരു ബിഹൈൻഡ് ദ സീൻ ഉണ്ട്. അത് പലപ്പോഴും ആരും അറിയാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള നിറയെ സാധനങ്ങൾ നമ്മുടെ ബാഗിൽ വെച്ച് ഡിക്കിയിലൊക്കെ ആക്കി നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ഒരു ട്രെയിൻ യാത്രയാവുമ്പോൾ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം, അതും മാക്സിമം എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതും. കാരണം ഇതൊക്കെ പുറത്തിട്ടിട്ട് വേണം ഈ വീഡിയോസിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി നമുക്ക് നടക്കാൻ. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളൊക്കെ സോളോ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ഏറ്റവും മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും അതൊന്ന് അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണേന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ദേ ഇത് മൂന്നുമാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് അയൺ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വീഡിയോയിൽ കുറേ, അതായത് ചിക്കനും മീനും ബീഫും ഒക്കെ ഫുഡ് കാണിക്കുമ്പോഴും കുറേ ആളുകൾ വന്നിട്ട് കമൻ്റ് ഇടാൻ നല്ല ഭംഗിയുള്ള സാരിന്ന് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, കാരണം അവർ ആ ഫുഡിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചത് എൻ്റെ സാരിയാണല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചിലതിൻ്റെയൊക്കെ ലിങ്ക് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഓൺലൈൻ കിട്ടിയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കും. പിന്നെ ഈ 10-18 വർഷം പഴക്കമുള്ളതൊന്നും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ നല്ലൊരു സാരി കേട്ടോ, നല്ലൊരു മെറ്റീരിയലൊക്കെയാണ്. ഒരു ബ്ലാക്ക് കളറിൽ ഇതാ ഇങ്ങനെ മുന്താണി വരും, ഫുൾ ബോഡി ഈ ഒരു യെല്ലോ, ഒരു ബ്ലാക്ക് യെല്ലോ അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതൊരു 250 240 അത്ര രൂപ തന്നെയുള്ളൂ. മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട്, ഞാൻ പക്ഷേ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇത് ഉടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനം. പ്രത്യേകിച്ച് ട്രെയിനിലാണല്ലോ പോവുക. അപ്പോൾ ട്രെയിൻ യാത്രയ്ക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ ഒരെണ്ണമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിൽ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് മേടിച്ചതാണ്. ഇതും ഒരു 300 രൂപേൻ്റെ താഴെയുള്ളതാണ്. എനിക്കത് പക്ഷേ ഓർമ്മയില്ല. എന്നോട് വിത്ത് ബ്ലൗസ് ഒന്നുമില്ല, വേറെ ബോർഡർ ഇല്ല, മുന്താണി ഇല്ല, ഒന്നുമില്ല. ഫുള്ള് ഞാൻ കുറേ വീഡിയോയിൽ ഇത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഇത്ര തന്നെ ഉള്ളൂ, ഫുള്ള് മടക്കി നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ ഒരു സാരി ഇത് എടുത്ത് വെച്ചു. പിന്നെ ഈ ഒരു സാരി, ഇത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കാന്തി ബൈ റോയിഷ അങ്ങനെ പറഞ്ഞൊരു പെൺകുട്ടി ഈ സാരി ഉടുത്തിട്ട് ഒരു ഫോട്ടോ ഞാൻ യൂട്യൂബിൽ നമ്മുടെ Q&Aയുടെ തോന്നുന്നു, അപ്പോൾ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാരി എവിടെ നിന്നാണ്, നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ട്. അത് ഫേസ്ബുക്കിലും ഒക്കെ കുറേ ആളുകൾ ചോദിച്ചു. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മെറ്റീരിയലാണ്. നമുക്കിങ്ങനെ അയൺ ചെയ്യേണ്ടാത്ത തരം സാരികളാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ യാത്രയ്ക്കൊക്കെ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ എത്തിയിട്ട് ചിലപ്പോൾ തേക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ 3 സാരിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരെണ്ണം ഞാൻ ഉടുത്തിട്ട് പോകും, ബാക്കി 2 നമുക്ക് അവിടെ എത്തിയിട്ട് കൊടുക്കാനുള്ളത്. സാരി മാത്രം പോരല്ലോ, സാരിക്ക് മാച്ചായിട്ടുള്ള കുപ്പിവളയും കമ്മലും ഒക്കെ വേണ്ടേ, ഇനി നമുക്ക് അതൊക്കെ എടുക്കാം. ഞാൻ കുപ്പിവളയൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കണേന്ന് ചോദിക്കാറില്ലേ. ഇതാണ് എൻ്റെ ഓർഗനൈസർ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു ഓർഗനൈസറിലാണെന്ന് ചോദിച്ചപ്പോൾ അത് എന്ത് ഓർഗനൈസറാന്ന് ചോദിച്ചു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഒരു 900 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 7 റാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും കുപ്പിവള ഇല്ല. ഒരെണ്ണത്തിൽ എൻ്റെ അല്ലാത്ത അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും. ബാക്കിയത്തേൽ കുപ്പിവളയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. കുപ്പിവള കളക്ഷൻ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. കുപ്പിവള കളക്ഷൻ മാത്രമായിട്ട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഓർഗനൈസ് വെച്ചിരിക്കുന്നത്. 2 കളർ വെച്ചിട്ട് ഓരോന്നിലും നീല അതിലുണ്ട്. പിന്നെ അത് പച്ചയും ചുവപ്പും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതിനകത്ത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് 7 റോ ഉണ്ട്. 7 റോയിലും കൂടെ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ള സാരിക്ക് ആവശ്യമുള്ളത് ഇപ്പം നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സാരിക്കുള്ള വള കണ്ടോ, ഇത് മധുരയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ വള ഇങ്ങനെ ഒരു ഡബിൾ കളർ ഞാൻ ഇവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. മധുര അമ്പലത്തിൽ പോയ സമയത്ത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ശരിക്കും ഇതിനെനിക്ക് മാച്ച് വളയില്ല. ഇതിൻ്റെ കൂടെ ഇതും ഈ ബ്ലാക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കമ്മലുകൾ, കുപ്പിവളകൾ മാത്രമല്ല, ഞാൻ കമ്മലും മാക്സിമം അതിന് മാച്ചുള്ളത് നോക്കും. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഞാൻ ഭയങ്കര ലൈറ്റ് വെയ്റ്റ്, ഇതിപ്പോൾ കാണുമ്പോൾ കണ്ട ശരിക്കും പേപ്പറും തുണിയുമാണ്, അതുകൊണ്ട് വെയിറ്റേ ഇല്ല. അപ്പോൾ കാറ്റടിച്ചാലും വരെ ഇങ്ങനെ ആടും. ഉള്ളിൽ നമ്മുടെ സാധാ ന്യൂസ് പേപ്പർ പോലത്തെ പേപ്പർ, അത് പശ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ക്ലോത്താണ്. ഇത് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ. ജിമിക്കി പോലെയാണ് തന്നെ. നമ്മളിപ്പോൾ കളഞ്ഞാലും വേറെ പ്രകൃതിക്കും ദോഷമില്ലാത്തൊരു സാധനമല്ലേ, പ്ലാസ്റ്റിക് പോലെയല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കമ്മലുകളാണ്. അതൊരു 8-9 ഒക്കെ പാക്കറ്റ് മീഷോയിൽ വാങ്ങാൻ കിട്ടും. വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ. കാരണം ഇതിൻ്റെ ബ്ലൗസ് ഇതുമാതിരത്തെ ഒരു മെറ്റീരിയലാണ്, ഇക്കത്തിൻ്റെ ബ്ലാക്കും വൈറ്റും കൂടെ വരുന്നൊരു ബ്ലൗസാണ് ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്.
അപ്പോൾ ഇതിൻ്റെ ഈ സാരിക്ക് വേണ്ടിയിട്ട് ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജാണ്, എനിക്ക് തോന്നുന്നു കുപ്പിവള അങ്ങനെ തന്നെയാണ് ആ പേജിൻ്റെ പേര്. അവിടെ നിന്ന് അയച്ചു തന്ന വള, അത് നിങ്ങൾക്ക് കാണാൻ പറ്റണോ അല്ലേ, ഒരു സാരിയിലൊക്കെ ഉള്ള പോലത്തെ ഡിസൈനാണ്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഈ വള. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇത് പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിൽ ഒരു ആൻറ്റി കുപ്പിവള, ഒരുപാടൊന്നുമില്ല, പൊതിച്ചോറ് വിൽക്കുന്നതിൻ്റെ കൂടെ ഒരു 10 കളർ കുപ്പിവള. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതെന്താ മേടിച്ചു വെച്ചാൽ ഈ സാരിയിൽ ഇങ്ങനെയാണല്ലോ ഡിസൈൻ വരിക. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ മിക്കവാറും 2 സൈസ് വളകൾ അങ്ങനെ ഇടാറ്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ വെച്ചു. പിന്നെ അതിന് മാച്ച് ആവണ ഒരു ജിമിക്ക്, ഞാനിപ്പോൾ ഈ പറഞ്ഞ പേപ്പർ ജിമിക്ക് തുണിയുടെ അല്ലേ, അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പോകും എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ, 2 കളറും കൂടി. അപ്പോൾ ഇതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മൾട്ടി കളറാണ്. കാരണം ഓറഞ്ച് വരുന്നുണ്ട്, പച്ച വരുന്നുണ്ട്, മജന്ത വരുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഈ പച്ചയിൽ തന്നെ പച്ചയും ചുവപ്പും നീരെല്ലാം കൂടി വരുന്ന ഒരു അതും ഞാൻ നേരത്തെ പറഞ്ഞ ആ പേജിൽ നിന്ന് തന്നെ അയച്ചു തന്നെയാണ് കേട്ടോ. പിന്നെ അതായത് ഒരു മജന്തയും. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാനിപ്പോൾ പെയർ ചെയ്യാൻ പോകുന്നത്. ആ 2 ഷെയ്ഡും കൂടെ. ഓറഞ്ചും വേണമെങ്കിൽ ഇടാം, ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചിൻ്റെ കുറേ ഷെയ്ഡ്. അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട, 2 എണ്ണം മതി എന്ന് വെച്ചിട്ട് അത് വെച്ചിരിക്കണു. പിന്നെ നേരത്തെ കാണിച്ചു തന്ന ആ സെയിമിൻ്റെ തന്നെ ഒരു മജന്ത ജിമിക്ക്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും കേട്ടോ. കാരണം സാരികൾ പലത് ഇങ്ങനെ മാറ്റണനുസരിച്ച് ചിലപ്പോൾ ഞാൻ ഇതൊന്നും ആവില്ല ഇടുക, വേറെ ഏതെങ്കിലും ഒക്കെ അപ്പോഴത്തെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയൊക്കെ ഇടും. അതുപോലെ അപ്പോൾ വളയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. വള നിങ്ങൾ കുപ്പിവളകൾ സൂക്ഷിക്കണ കുറേ ആളുകൾ, എൻ്റെ കുറേ കുപ്പിവള ഫാൻസ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ പ്രായഭേദമൊന്നുമില്ല, ചെറിയ ആളുകൾ തുടങ്ങി വലിയ ആൻറ്റിമാർ വരെയുള്ളവർ കുപ്പിവള വിശേഷം ഞാൻ എന്തെങ്കിലും ഇട്ടാൽ കാണാൻ വരും. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാ. അപ്പോൾ അവരുടെ ഒക്കെ കൺസേൺ ആണ് ഇതെങ്ങനെ പൊട്ടാതെ ഇങ്ങനെ സൂക്ഷിക്കുക. അങ്ങനെ പൊട്ടാതെ സൂക്ഷിക്കാനൊന്നും പറ്റില്ല. എനിക്കും ഇഷ്ടംമായി വള പൊട്ടലൊക്കെ ഉണ്ട്. അത് പക്ഷേ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കുറവായിരിക്കും. അതായത് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്ത് കണ്ടോ, ഞാൻ ഓരോ കളറുകളായിട്ട് തരംതിരിച്ച് ഇങ്ങനെ ഒരു ത്രെഡ് വെച്ച് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ ആയി പോകുമ്പോഴാണ് നമുക്കിത് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുക. പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഓരോ കളറുകളാണ്, പിന്നെ ഓരോ കളർ ഓരോ റോയിലാണല്ലോ, അപ്പോൾ അതൊരു ഈസിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഒരു ഗുണം ഇതാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മൾ ആവശ്യം കഴിയുമ്പോഴും തിരിച്ചതുപോലെ കെട്ടിയെടുത്ത് വെച്ചേർന്നാൽ മതി. ട്രാവൽ ചെയ്യണവർക്ക് അത്യാവശ്യമായി വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഇതാണ് ഒരു ട്രാവൽ കിറ്റ്. അതായത് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് മേടിക്കാൻ കിട്ടുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടും. ഒരു 150 ആ ഒരു റേഞ്ചിൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷാംപൂ, കണ്ടീഷണർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലത്തെ നല്ല രസമുള്ള ചെറിയ ബോട്ടിലാണ് കേട്ടോ. ഞാൻ എല്ലാം ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഇരുന്നോളും നമുക്ക്. ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, ബോഡി വാഷ് വേണമെങ്കിൽ അത്, അങ്ങനെ നമുക്ക് ഓയിൽ വേണമെങ്കിൽ. പിന്നെ ഇതുപോലെ ഇതിനകത്ത് രണ്ടിലും ഞാൻ ഇപ്പോൾ ഒന്നും നിറച്ചിട്ടില്ല. ഇത്രയും സാധനങ്ങൾ കൂടിയിട്ടാണ് കിട്ടുക. പിന്നെ ഓയിൽ നിറയ്ക്കാനുള്ള ഒരു ഇത്, അങ്ങനെയൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കിറ്റ് കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഷാമ്പൂവിൻ്റെ കുപ്പി അങ്ങനെയൊക്കെ കൊണ്ടുപോകണേനേക്കാളും നമുക്ക് ആവശ്യമുള്ള 2 ദിവസത്തേക്കുള്ള സാധനങ്ങൾ മതിയല്ലോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഇതിലേക്ക് കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ എണ്ണയും ഇതൊക്കെ ലീക്കാവും എന്നുള്ള ഒരു ഇത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഉള്ളത് ഈ ഒരു ടോയ്ലറ്ററി ബാഗാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ഭയങ്കര ഗുണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാധനം ഇതിലേക്കാണ് വെക്കുക. ഇനി നമ്മൾ ബ്രഷ്, പേസ്റ്റ്, പിന്നെ മേലെ വയ്ക്കണ ലൂഫയൊക്കെ ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെക്കാം. കുറച്ച് ടിഷ്യൂ, വേറെ എന്തുവാണ് ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിനെ നമുക്കിങ്ങനെ ടോയ്ലറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ചെല്ലുന്ന നല്ല സ്ഥല സൗകര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഡോർമെറ്ററി ഒക്കെ ആവും കിട്ടുക, പല ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വളരെ പരിമിതമായ സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത്തരം സോളോ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ സാധാരണയായി പെൺകുട്ടികളുടെ ഒരു പ്രശ്നം ഇതാണ്. ഭയങ്കര അടിപൊളി സൗകര്യത്തിലൊന്നും ആയിരിക്കില്ല നമ്മൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ യാത്ര പോകുമ്പോൾ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എത്ര ചെറിയൊരു ബാത്റൂം ആയാലും അവിടെ ഒരു ഹുക്കിൽ നമുക്കിങ്ങനെ തൂക്കിയിട്ട് നമ്മളെല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇരിക്കും. അപ്പോൾ അങ്ങനെ അത് വലിയ ഉപകാരമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് എല്ലാം കൂടി കയറുന്നുണ്ട്. ഈ ഒരു മറ്റേത് നമ്മൾ ഷാമ്പു അന്വേഷിക്കണം, സോപ്പ് അന്വേഷിക്കണം, അങ്ങനെ ഓരോ സ്ഥലത്തായിരിക്കുമല്ലോ. ഇതിങ്ങനെ തന്നെ വെക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ബാഗ് ഉണ്ടല്ലോ, ഇത് ഒരെണ്ണമല്ല 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഞാൻ ഈ സാധനങ്ങളുടെയൊക്കെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. കാരണം ആവശ്യമുള്ളവർക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ 4 ബാഗുണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ എൻ്റെ മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കൺമഷി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും. ഒരെണ്ണത്തിൽ ഇതിടും. ഇനി നമ്മളെ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഒരു ബാഗിൽ അറേഞ്ച് ചെയ്യാം. അതുകൂടാതെ ഞാൻ ഇപ്പോൾ കമ്മൽ, മാല, വളയൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ, മാലയില്ല കേട്ടോ, കമ്മൽ, വള,
അത് ഒരുമിച്ച് വെക്കാൻ വേണ്ടി ഒരു ചെറിയ, അങ്ങനെ 4 ഇതാണ്. 4 7 ഒക്കെ ഉണ്ട്. എനിക്ക് 4 ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനത് മേടിച്ചതാണ്. ഇതിനും 250 അത്ര തന്നെയുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബാഗ്. അതിൻ്റെ ഏറ്റവും ചെറുത് ഇതും. ഇങ്ങനെ 4 ബാഗാണ് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകൾ, അങ്ങനത്തെ സാധനങ്ങൾ, ചീപ്പ്, കണ്ണാടി, അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോയ്സ്ചറൈസർ, സെറ്റാഫിൽ, ഞാൻ അങ്ങനെ ഒരെണ്ണം തന്നെ ഇങ്ങനെ വർഷങ്ങളോളം ഉപയോഗിക്കണം അങ്ങനത്തെ ആളൊന്നുമല്ല. ചിലപ്പോൾ എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടാൽ അതങ്ങനെ ഉപയോഗിക്കും. മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ നേരത്തെ ഉപയോഗിക്കൊന്നുമില്ലായിരുന്നു. കോളേജ് പഠിപ്പിക്കാൻ പോകുമ്പോൾ അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നടന്ന ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് എപ്പോഴാണ് തുടങ്ങിയാൽ വെച്ചാൽ നമ്മളീ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വിറകടുപ്പും അങ്ങനെയൊക്കെയാണ്. അപ്പം ഭയങ്കരമായിട്ട് എപ്പോഴും, വല്ലപ്പോഴും അല്ല, നമ്മൾക്ക് എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടാവില്ല. അപ്പം ഒരു 6-7 മണിക്കൂർ ഇങ്ങനെ ഹീറ്റ് അങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് പൊതുവേ അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്കിന്നല്ല. നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ അങ്ങനെ ഒരു മുഖക്കുരു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരുന്നൊരു സ്കിന്നേ അല്ല. എൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്തതാണ്. ആകെയുള്ള പ്രശ്നം കുറേ ഇങ്ങനത്തെ കാക്കപ്പുള്ളികളുണ്ട്. അതിപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ്, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യാറുമില്ല. ചിലത് പുതിയതുണ്ടാവും, ഉള്ളത് ചിലപ്പോൾ മാഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ളൂ. അത് മാത്രമാണ് ഒരു മുഖത്തുനിന്ന് ഒരു സാധനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സ്കിൻ കെയറോ ഫേഷ്യലോ സാധനങ്ങളൊന്നും അങ്ങനെ അധികം ചെയ്യണ കൂട്ടത്തിലുമല്ല. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇതിലെടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഒരു സൺസ്ക്രീനാണ്. ഇതും സെറ്റാഫിലിൻ്റെ തന്നെ ഒരു ബ്രാൻഡിൻ്റെയാണ്. പിന്നെ എൻ്റെ സ്വന്തം പൗഡർ. ഇനി ലോകത്ത് എന്തില്ലെങ്കിലും എനിക്ക് ഇച്ചിരി പൗഡർ എനിക്ക് കിട്ടണം. പിന്നെയുള്ളത് പിന്നെന്താ, ചീപ്പ് പിന്നെ എപ്പോഴും ബാഗിലുള്ളതാണ്. ഇതെൻ്റെ പൊട്ടുകളുടെ ഒരു വലിയ പല കളറ് പൊട്ടുകളൊക്കെ നമുക്ക് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ ഇടാമല്ലോ. പിന്നെ ഒരു ഐലൈനർ ഉണ്ടാവും, ഒരു കൺമഷിയും കൂടെ ഉണ്ടാവും. കൺമഷി മീൻസ് കാജൽ സ്റ്റിക്ക്, ഐക്കോണിക്കിൻ്റെ ഒരു കാജൽ സ്റ്റിക്ക്, ഒരു ഐലൈനർ, കഴിഞ്ഞു. ഇത്രയാണ് എൻ്റെ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. പിന്നെ ചിലർ ചോദിക്കും സ്കിന്നിന് എന്താ ചെയ്യണമെന്നും ചെയ്യില്ല, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി പരീക്ഷിച്ച് നോക്കാതിരിക്കുക. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണെങ്കിൽ മാത്രം നോക്കുക. ഇന്നൊരാൾ പറയും, നാളെ വേറൊരാൾ പറയും. അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ഡാമേജും കാര്യങ്ങളൊക്കെ സ്കിന്നിന് വരും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. അതും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഏത് ഷെയ്ഡാണെന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് ഷെയ്ഡൊന്നും ഇല്ല. ഏതെങ്കിലും 2 തന്നെ ജീവിതകാലം മൊത്തം ഇടുന്ന ആളാണ് ഞാൻ. ഒരെണ്ണം ഇഷ്ടപ്പെട്ട ഇത് മെബിലിൻ്റെ ഒരു ആമസോണിയൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റൈൽ ലിപ്സ്റ്റിക്കാണ്. ഇത് മിക്കവാറും നമ്മളെ വീഡിയോയിൽ ഇതാണ്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ പോപ്പപ്പ്. ഇത് കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ പറയും. ഇതിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര ഭയങ്കര ഡ്രൈ ആക്കും. പക്ഷെ നമുക്ക് ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് നല്ലതാണ്. ഭയങ്കര സൂപ്പർ സ്റ്റേ ആണ്, എന്ത് ഫുഡ് കഴിച്ചാലും പോവില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ അവസാനം നമ്മൾ വന്ന് നല്ല എന്തെങ്കിലും മേക്കപ്പ് റിമൂവറോ, ഞാൻ ഒലീവ് ഓയിലാണ് ഇടുക, ഒലീവ് ഓയിലൊക്കെ ഇട്ട് തുടച്ച് കളഞ്ഞാലേ അത് പോളൂ. അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് നല്ലതാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ലിപ്സ്റ്റിക്ക് പോവില്ല, ആ ഒരു ഗുണമുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകണ ഒരു ബാഗ്. ഇത് തന്നെയാണ് മിക്കവാറും ഒരു ട്രെയിൻ യാത്രകളിലൊക്കെ എൻ്റെ കൂടെ, മധുര വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, അന്നും എൻ്റെ പുറത്ത് ഈ ബാഗാണ് കിടക്കുക. അപ്പോൾ ഈ ബാഗിൽ എനിക്കൊരു 3 ദിവസത്തേക്കുള്ള എൻ്റെ സാരി, എൻ്റെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഇതന്നെയേ കൊണ്ടുപോകാറുള്ളൂ. കാരണം നമ്മളുടെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അലച്ചിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ 2 വീലറൊക്കെ കിട്ടും കാര്യം. പക്ഷേ എങ്കിലും ബാഗ് നമ്മൾ തന്നെ ചുമക്കണമല്ലോ. 2 വീലറിൽ ബാഗ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്നും വരാൻ പറ്റില്ല. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു ക്യാമറ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ബാഗും കൂടി കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിനകത്തേക്ക് കൊള്ളിക്കും. ഇനി ഒരു ഫുഡ് കൊണ്ടുപോകണമല്ലോ. ഞാനിപ്പോൾ എനിക്ക് ട്രെയിനിലെ ഭക്ഷണം എനിക്ക് അത്രയ്ക്ക് ഞാൻ ഓക്കെ അല്ല, ട്രെയിനിലെ ഫുഡ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ചോറൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ, പോണ്ടിച്ചേരി ചെന്ന് കഴിയുമ്പോഴുള്ള ഭക്ഷണവും നമ്മുടെ ഭക്ഷണവും ഭയങ്കര വ്യത്യാസമാണ്. ഞാൻ 2 പ്രാവശ്യം മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഒരു തമിഴ് സ്റ്റൈൽ ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ രാവിലത്തെയും ഉച്ചത്തെയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് അന്ന് രാത്രി മുതൽ അവിടുത്തെ ഫുഡ് കഴിക്കേണ്ടി വരും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആകാൻ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ അത് ഫുഡ് കൊണ്ടുപോകുന്ന ഒരു ബാഗ് സെപ്പറേറ്റ് കാണാം. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഫുഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ ഈ എണ്ണയൊക്കെ ലീക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ്. പിന്നെ ട്രെയിൻ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ പാത്രങ്ങൾ അധികം പ്രിഫർ ചെയ്യാറില്ല. നല്ല വാഴയില വെട്ടി അതിലാണ് പൊതിയുക. കാരണം നമുക്കിത് കഴിച്ച് കഴിയുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വേസ്റ്റ് ബിൻ കാണും, അവിടെ നമുക്കത് കളയുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നമ്മൾ തിരിച്ച് നോക്കണ്ടേ പാത്രങ്ങളാവുമ്പോൾ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു പാക്കിംഗ് സെക്ഷനൊക്കെ കഴിഞ്ഞു. നാളെ രാവിലെ 5:15 ഗുരുവായൂരിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ തന്നെയാണ് നമ്മൾ മധുരയ്ക്കും പോയിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ടാവും. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി പോണ്ടിച്ചേരി വിശേഷങ്ങളാണ്.
എല്ലാവർക്കും യാത്രകൾ മാക്സിമം ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ലൈഫ് ഇപ്പം തന്നെ കണ്ടില്ലേ, യുദ്ധമൊക്കെ വന്നിട്ട് എത്രയോ ആളുകളാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായി പോകും. ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, എത്രയോ ആളുകളുടെ തൊഴിൽ ഇന്ത്യയിൽ പോലും പല പ്രശ്നങ്ങൾ വന്നില്ലേ, ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല. അപ്പം മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി കുറച്ച് നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ ട്രാവൽ ചെയ്യുക. ഇല്ലെങ്കിലും ചെറിയ യാത്രകളൊക്കെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്നതൊക്കെ പോകാം. ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ഇനി നമുക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് കാണാം. ബൈ.